പുതിയ തലമുറയ്ക്കൊക്കെ എനിക്ക് പോലും അറിയില്ല കേട്ടോ, ഞാൻ കുറച്ച് പഴയ തലമുറയാ. എന്നാലും ഇതാണ് നമ്മുടെ ഇരുമ്പ് പണി ചെയ്യുന്ന ആല. മോഹൻ എന്നാണ് പേര്. ഈ ആല വർഷങ്ങളായിട്ട്, അതായത് 30 വർഷം അല്ലേ, ഇത് എന്റെ അപ്പൂപ്പന്മാരുള്ള കാലം, ഒരുപാട് വർഷങ്ങളായിട്ട് പഴക്കമുള്ള ഒരു ആലയാണ് ഇത്. ഇപ്പോഴും വർക്കുകൾ ധാരാളം വരുന്നുണ്ട്. നമ്മൾ എന്തുവാ ചെയ്യുന്നത്? ഇതൊരു വെട്ടിരുമ്പ് വാതകമാണ്. എല്ലാ പണിയും ഉണ്ട്. പിച്ചാത്തി, വെട്ടുമ്പ്, പൂട്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ടല്ലേ? വാതല കനം കുറയ്ക്കുക. ഇത് പൂട്ട് കേടായ തിറക ഒക്കത്തില്ലായിരുന്നു. കഥ ലോക്കായി പോയി. ഷോപ്പിൽ കൊണ്ട് ഇതുപോലത്തെ കുറെ ലോക്കുകൾക്കൊക്കെ ചാവി മിസ്സിംഗ് ആയി കഴിഞ്ഞാല് നമുക്ക് അച്ഛനോട് തന്നെ ചോദിച്ചിട്ട് നമുക്ക് ഇതിന്റെ ചാവിയൊക്കെ പണിയാൻ വെക്കും കേട്ടോ. അതുപോലെ തന്നെ ലോക്കറിന്റെ പണിയുണ്ട്. ഈ പൂട്ടും നമ്മള് ഇതുപോലെ താക്കോല് പണിയാനുണ്ട് കൊണ്ടുവന്നു. ഇത് നമ്മുടെ മണിശ്രത്താഴിന്റെ ആണോ? അല്ല, നമ്മൾ പണിത പൂട്ടാണ്. പണിത പൂട്ട്, നമ്മൾ ഇവിടെ തന്നെ പണിത പൂട്ട്. അതുപോലെ തന്നെ ഈ പൂട്ട് ഇത് അലിമാരിയുടെ, ഇതും താക്കോല് പണിയാണ്. താക്കോല് കളഞ്ഞത് പെരയുടെ പൂട്ടാണ്. ഇത് ഇവിടെ ഉണ്ടാക്കിയല്ലേ? നമ്മൾ പണിത സ്റ്റീലത്. അടിപൊളി. പഴയ കാലത്തെ പോലെ ഇപ്പം അത്രയ്ക്ക് നമുക്ക് ഇതുപോലെ സാധനങ്ങളൊന്നും ഉണ്ടാക്കാൻ വരുന്നില്ല, കുറവാ. ഇപ്പോഴത്തെ പുതുതലമുറ വന്നപ്പോഴത്തേക്ക് എല്ലാവരും റെഡിമെയ്ഡ് സാധനങ്ങൾ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളുടെ ഈ തൊഴിൽ മേഖല തന്നെ വളരെ അന്യം നിന്ന് പോയി എന്ന് വേണം പറയാൻ. ശരിയല്ലേ? അതെ. പുതുതലമുറകളൊന്നും ഇപ്പൊ ഈ ഒരു മേഖലയിലോട്ട് വരുന്നില്ല. പിന്നെ നമ്മുടെ ഒരു കുലത്തൊഴിൽ നമ്മളതിങ്ങനെ നിലനിർത്തിക്കൊണ്ട് പിന്നെ ഇപ്പൊ എത്ര വയസ്സ്? 63 വയസ്സുണ്ട്. നമ്മുടെയൊക്കെ കാലം കഴിയുമ്പോൾ ഒരുപക്ഷെ ഇത് അന്യം നിന്ന് പോയി. പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആരും കാണാത്തൊരവസ്ഥയിലേക്ക് വരും. ആരെങ്കിലും ചെയ്യാൻ, ഇവിടെ തലമുറ ആരെങ്കിലും ചെയ്യാൻ മോനുണ്ട്. പിന്നെ ഷട്ടറിന്റെ പണി, ഷട്ടർ, റൂഫ്, ഗ്രില്ല്, പിന്നെ സ്റ്റീലിന്റെ വർക്ക്, അതെല്ലാം ചെയ്യുന്നുണ്ട്. വെട്ടിരുമ്പും ഇതുപോലുള്ള സാധനങ്ങളല്ലാതെ കൂന്താലി, കോടാലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. കൂന്താലി, കോടാലി, വെട്ടിരുമ്പ്, പിച്ചാത്തി, മമ്മട്ടി, ഇരുമ്പിന്റെ എല്ലാ ഐറ്റം, എല്ലാ ഉപകരണങ്ങളും ചെയ്യും. ആനയുടെ തോട്ടി വരെ നല്ല പൂട്ടുകൾ, അതല്ലയോ ഏറ്റവും പ്രധാനം. ആനയുടെ തോട്ടി ഉണ്ടാക്കും എന്നതിനെക്കാട്ടിലും ഈ പൂട്ട്, അതിന്റെ ആ ലിവറും ഒക്കെ കൃത്യമായിട്ട് വന്നില്ലെങ്കിൽ പൂട്ട് ഒരിക്കലും ഒരു കാരണവശാലും നമുക്ക് അതിനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അത് സെറ്റ് ചെയ്തിടാൻ പറ്റുന്ന കഴിവെന്ന് പറയുമ്പോൾ അതൊരു പിന്നെ ആനക്കൂട്ടി ഒരു കഴിഞ്ഞ ആഴ്ചക്ക് മുമ്പ് 2 തോട്ടി കൊടുത്തു പുതിയത്. ബ്ലോവർ ഉപയോഗിച്ചാണ് ഇപ്പൊ എല്ലാവരും ഇലക്ട്രിക്കൽ ഉപയോഗിച്ചാണ് കറങ്ങുന്നത്. ഇതാ പഴയ കാലത്തെ ഇത് അല്ലേ? പഴയ കാലം ഞാനിതൊന്ന് വെച്ച് ഓ, അതിന്റെ എയർ കൊണ്ടാണ് ഇവിടെ തീ കത്തുന്നത് അല്ലേ? കതവും കട്ടള, ഓട്ടോമാറ്റിക് കതവും കട്ടളയുണ്ട്. നമ്മൾ മേലിലോട്ട് വെക്കുമ്പോ ആ കഥ ഓട്ടോമാറ്റിക്കായിട്ട് കറങ്ങും. താഴോട്ട് ആക്കുന്നുണ്ടെ ഓട്ടോമാറ്റിക്കായിട്ട് ആ കഥ അടയും. ഇതിപ്പോ പണിയാൻ ആർക്കും അറിയത്തില്ല. ഇതിന് പകരമാണ് നമ്മുടെ ഈ തട്ടാമാരാണെങ്കിലും മറ്റേ ഇതും കൊണ്ട് ഊതി അത് പൊന്നുരുക്കാനേ പറ്റത്തുള്ളൂ. ചെറിയ തീയെ വരും. അതെ, നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ആക്സിലും കൊണ്ടൊക്കെ കോടാലി പണിയുന്നത്, ലോറിയുടെ ആക്സിലും കൊണ്ടാ കോടാലി പണിയുന്നത്. അതിനൊരിക്കലും ഉരുക്ക് വെക്കണ്ട, മൊത്തം ഉരുക്ക. അപ്പൊ അങ്ങനെ അത് പണിയണമെന്ന് തരില്ല. അതുപോലെ കരിയും വരിയിട്ട് അതുപോലെ ഇരുമ്പ് പഴിപ്പിച്ച് കൂടത്തിനടിച്ച് ചതുരമാക്കി അതിന് കുഴയൊക്കെ വെച്ചാൽ നമ്മൾ പണി ചെയ്യുന്നത്. പക്ഷെ അത് ഗ്യാരണ്ടിയാ. നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടിയാ. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത്രയും കാശ് തിരിച്ചു. ആക്സിഡന്റ് പറയുമ്പോൾ പക്ക ഒരുക്കാന്നല്ല. ഇത് താക്കോലിന്റെ പുറത്തു വാതൽ, ഞങ്ങൾ ഇതിന് കീ ഹോൾ എന്ന് പറയും. നമ്മുടെ മുഖപ്പറ്റ് ഉണ്ടാക്കിയെടുത്തല്ലേ? പിത്തള ഉണ്ടാക്കിയാൽ കടകളിൽ കൊടുക്കുന്നുണ്ട്. കട ഇത്രയും വലിപ്പമുള്ള നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് ബുള്ളറ്റ് ലോക്കിനൊക്കെ, പക്ഷെ ഇത്രയും വലിപ്പത്തിൽ നമുക്ക് കിട്ടുന്നില്ല. ഇത്രയും വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിച്ചെടുത്താൽ ബുള്ളറ്റ് ലോക്കിന്റെ ചാവി, വലിയ ചാവിക്കൊക്കെ കസ്റ്റമർ ഒരുപാട് വരുന്നുണ്ട്. നമുക്ക് അച്ഛന്റെ ആലയിൽ നിന്നും വാങ്ങിക്കാവുന്നതാണ്. ഇത് നമുക്ക് വലുതും ചെറുതുമായിട്ട് എല്ലാം കാശ് ലാഭം നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പണിക്ക് കുറവില്ല. ആടുണ്ട്, 8 ആടുണ്ട്. ആടിനെ വേണ്ടിയവർക്ക് അച്ഛനെ സമീപിക്കാം. ഇത് ഏതാ? മലബാറി തന്നെയുള്ള ആടാണ്. മീൻ കണ്ടിക്കുന്ന പിച്ചാത്തി. ഇത് നമ്മുടെ നാടൻ കത്തി. ഇത് പ്ലാന്റേഷനിലെ കത്തി. ഇത് സംഭവങ്ങൾ ഇത് ആദ്യമായിട്ട് കാണുക കേട്ടോ. കണ്ടോ? ഇതെല്ലാം നമ്മൾ പുതിയത് പണിയുന്നുണ്ട്. പുതിയ തലമുറയ്ക്കൊക്കെ എനിക്ക് പോലും അറിയില്ല കേട്ടോ, ഞാൻ കുറച്ച് പഴയ തലമുറയാ. എന്നാലും ഇത് നമ്മൾ പുതിയത് പണിയുന്നുണ്ട്. ഇതിപ്പോ രാഗം കൊണ്ടുവന്നാ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ വരവ് സാധനങ്ങൾ ഒരുപാട് കിട്ടുന്നുണ്ട്. അപ്പോൾ വില കുറച്ച് അവിടെ സാധനം കിട്ടുന്നുണ്ട്. പൊതുവെ
ഈ തലമുറയ്ക്ക് വർക്ക് വളരെ കുറവാണ്. ഇപ്പൊ 100 രൂപയ്ക്ക് അവിടെ ഒരു സാധനം കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മൾ 100 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. കൊടുക്കാനൊക്കത്തില്ല. നമ്മളിത് സാധനം കരിയുടെ വില ഇതെല്ലാം ആകുമ്പോൾ നമ്മൾ 500 രൂപ ചോദിച്ചു കഴിയുമ്പോൾ 100 രൂപയ്ക്ക് കിട്ടുമെന്നും പറഞ്ഞിട്ട് ആൾക്കാർ അതാ പോകുന്നത്. ജോലി അറിയാവുന്ന എല്ലാ വർക്കും ചെയ്യുന്നുണ്ട്, വർക്കിന് ബുദ്ധിമുട്ടില്ല. പത്തനംതിട്ട ജില്ലയല്ല, ആലപ്പുഴ ജില്ല, കോട്ടയം ജില്ലയിൽ നിന്നൊക്കെ പുള്ളിയെ തേടി വരുന്നുണ്ട്. നമ്മുടെ ഷോപ്പിലൊക്കെ വരുന്നുണ്ട് ഇതുപോലെ കീഹോൾ ഇല്ല, വലിയ കീഹോൾ നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ ചാവി ഒടിഞ്ഞു എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ചാവി ഉണ്ടാക്കുന്നുണ്ട് അച്ഛന്. എല്ലാ സംഭവങ്ങളും ഏത് പൂട്ടിന്റെയും ചാവി ചെയ്തു തരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും കത്തിയോ അതുപോലെയുള്ള നിങ്ങളുടെ വീട്ടുപകരണങ്ങൾ, ഇരുമ്പുമായി ബന്ധപ്പെട്ട വീട്ടുപകരണങ്ങൾ എന്തെങ്കിലും നിർമ്മിക്കണമെങ്കിൽ, പൂട്ട് ഏതെങ്കിലും പൊളിക്കാനുണ്ടെങ്കിൽ, പൊളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല ഉദ്ദേശം, പൂട്ട് പൊളിക്കാൻ വൈകിട്ട് അച്ഛൻ രാത്രിയിൽ വിളിച്ചോണ്ട് നമുക്കൊരു പൂട്ട് പൊളിക്കാണോ, അങ്ങനല്ല. പൂട്ട് ഏതെങ്കിലും വിധത്തിൽ തുറക്കാൻ പറ്റാതെ, താക്കോലിട്ട് തുറക്കാൻ പറ്റാതെ വല്ലതും ഉണ്ടെങ്കിൽ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഏരിയയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. പിന്നെ ദൂരെയൊക്കെ ആണെങ്കിൽ ഫോൺ വിളിച്ച് നോക്കുക, എവിടെ വരെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അവിടെ വരെ കൊണ്ടുപോകാൻ കുഴപ്പമില്ല. അതെ, എവിടെ വേണമെങ്കിലും ഈ പ്രായത്തിലും എന്തിനും അതെ ഉത്തരവാദിത്തപ്പെട്ടവര് വന്നെങ്കിൽ മാത്രം. അതായത് അതെ അതെ, ഈ പ്രായത്തിലാണെങ്കിലും എവിടെയും പോയാലും എന്ത് ചെയ്യാനും ആത്മധൈര്യത്തോടുകൂടി നിൽക്കുന്ന ആളാണ് മോഹനൻ ചേട്ടൻ. അപ്പോൾ എന്തായാലും നമ്മുടെ മോഹനൻ ചേട്ടന്റെ ആലയും എല്ലാം കണ്ടു. ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊരു പലർക്കും ഒരു പുതിയ അനുഭവമാണ്, പലരും ഇതൊന്നും ഇപ്പോൾ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഉള്ള ഒരു വീഡിയോ ആണ്. ഷെയർ ചെയ്യുക, അദ്ദേഹത്തെയും പ്രോത്സാഹിപ്പിക്കുക. ഫോൺ നമ്പർ ഇതിൻ്റെ കൂടെ ഉണ്ടാകും. അപ്പോൾ ശരി, ഓക്കെ ശരി, ഓക്കെ.